അൻസിബ ഹസന്റെ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത് പോലീസ് റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കൊണ്ട്. അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചെന്ന് കണ്ടെത്തിയെങ്കിലും അത് നിസ്സാരവൽക്കരിക്കുന്നതാണ് പോലീസ് റിപ്പോർട്ട്. ജിഹാദി എന്ന് വിളിച്ചത് തമാശയായിട്ട് എന്നാണ് പോലീസ് പറഞ്ഞത്. ജിഹാദി, ഡബിൾ ഡാഡി സിൻഡ്രം, DNA-യുടെ കുഴപ്പം എന്നീ പരാമർശങ്ങൾ നടത്തി. പോലീസ് റിപ്പോർട്ട് അപൂർണമെന്ന് വിമർശിച്ച എറണാകുളം CJM കോടതി കടവന്ത്ര പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നും ഉത്തരവിട്ടിരിക്കുകയാണ്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുകയാണ്. സഹിൻ, ഇതിൽ പറയുന്ന ഈ പരാമർശങ്ങൾ, ജിഹാദി, അതുപോലെ തന്നെ ഡബിൾ ഡാഡി സിൻഡ്രം, ഇതെല്ലാം ഒരു പൊതുസമൂഹത്തിന് യുക്തിക്കനുസരിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്. അതാണ് പോലീസ് തമാശ എന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്യുന്നത്. എന്തായാലും കോടതി ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. എന്താണ് കോടതി പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഇതിൽ അൻസിബയുടെ പ്രധാന പരാതി എന്ന് പറയുന്നത് തന്നെ ജിഹാദി എന്ന് വിളിച്ചു ടിനി ടോം. ഒപ്പം തന്നെ ഡബിൾ ഡാഡി സിൻഡ്രം ഉണ്ടെന്ന് പറഞ്ഞു. കൂടാതെ DNA-യുടെ കുഴപ്പമെന്ന് പറഞ്ഞു. ഇതൊക്കെ അൻസിബയുടെ പരാതിയായിരുന്നു. ഈ പരാതിയിൽ കേസെടുക്കണമെന്നുള്ളതായിരുന്നു അൻസിബയുടെ ആവശ്യം. പോലീസ് ഇത് ടിനി ടോം വിളിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. അതായത് ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ ഡബിൾ ഡാഡി സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്, കൂടാതെ DNA-യുടെ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് പോലീസ് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കളിയായി പറഞ്ഞതാണ്, തമാശയ്ക്ക് പറഞ്ഞതാണ്. ഒരിക്കലും തമാശയ്ക്ക് പോലും പ്രയോഗിക്കാൻ പാടാത്ത പദങ്ങളാണ് ഇവയെല്ലാം. അത് ടിനി ടോം കണ്ടെത്തി എന്ന് പറഞ്ഞെന്ന് പറയുന്നു. പക്ഷേ അവിടെ പോലീസ് ഇതൊരു കളിയായി പറഞ്ഞതാണ് എന്നുള്ളതാണ് കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കോടതി ആ പോലീസിൻ്റെ കണ്ടെത്തൽ പൂർണ്ണമായും തള്ളി. ഇതിൽ വിശദമായ അന്വേഷണം നടത്തണം, കേസെടുക്കണം എന്ന് കോടതി ആവശ്യപ്പെടുകയാണ്. എറണാകുളം CJM കോടതിയാണ് പോലീസിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിയത്. നേരത്തെ മുതൽ തന്നെ അൻസിബ പറയുന്നത് ഇത് തന്നെയാണ്. തന്നെ ജിഹാദി എന്ന് വിശേഷിപ്പിച്ചു, തന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയായിരുന്നു അൻസിബയുടെ പരാതിയായിട്ടുണ്ടായിരുന്നത്. അൻസിബ പറഞ്ഞത് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന കണ്ടെത്തൽ തന്നെയാണ് കോടതി നടത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ട്, പോലീസിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായും കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി കടവന്ത്ര പോലീസ് വിശദമായി അന്വേഷിച്ച് ശക്തമായ നടപടിയിലേക്ക് പോകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ശരി, സഹിൻ പറഞ്ഞതുപോലെ ഈ വാക്കുകൾ, ജിഹാദി ആണെങ്കിലും ഡബിൾ ഡാഡി സിൻഡ്രം അല്ലെങ്കിൽ DNA-യുടെ പ്രശ്നം, ഇതൊന്നും ഒരു തരത്തിലും ആർക്കും തമാശയായോ കളിയായോ കാണാൻ സാധിക്കുകയില്ല. പോലീസ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ്.